മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തൃപ്തിപ്പെടുത്തിയ ഒരുപാട് സന്തോഷങ്ങൾ നൽകിയ മാസമാണ് വിശുദ്ധ ശഅബാൻ. നമ്മളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനുമാണ് ശഅബാനിനെ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ അതുവഴി ജീവിതം മുഴുവനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മുടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ശഅബാനിൽ സംഭവിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കിബിലയിലേക്കുള്ള കിബില മാറ്റവും അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലൂ എന്ന ആയത്ത് ഇറങ്ങിയ മാസം കൂടിയാണ് ശഅബാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന 10 കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറയാൻ പോവാണ്. നോട്ട് ചെയ്യുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കാനാണ് എല്ലാ മഹാന്മാരും എല്ലാ സ്വാലിഹീങ്ങളും കിതാബ് എഴുതിയത്. മൗലിദ് കിതാബ് എഴുതിയത്, അധ്വാനിച്ചത്, മെനക്കെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തിയ ആൾക്കാർ ഒരിക്കലും ദുനിയാവിൽ രക്ഷപ്പെടൂല, രക്ഷപ്പെട്ടിട്ടും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, ആസുബിന് വായിൽ എന്ന് പറയുന്ന ആൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്താനമില്ലാത്ത ആളാണ്, വാലറ്റവനാണ്, കുടുംബം മുറിഞ്ഞ ആളാണ് എന്ന് കളിയാക്കിയപ്പോൾ അതിനുള്ള ഒരു മറുപടിയായിരുന്നു ഇന്ന ഷാനിയക്ക ഹുവൽ അബ്തർ, ഐ മൻ അബഅലക, തങ്ങളെ ദേഷ്യപ്പെടുത്തിയ ആളാണ് മൻ അബ്തർ, വാലറ്റവൻ. അപ്പൊ ഖുർആൻ അവരെ ആക്ഷേപിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് നബി ഗുണമുള്ളവരെയും പ്രയാസപ്പെടുത്തൽ. ആലിമീങ്ങൾ, ഇബാദത്ത് ചെയ്യുന്നവർ, ധാരാളം സ്വതക്ക ചെയ്യുന്നവർ, ഇവരെ പ്രയാസപ്പെടുത്തിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിന് തുല്യാണ് എന്ന് മജ്മുഉൽ മുഅല്ലഫീൻ എന്ന കിതാബിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വെറും റസൂലുള്ളാഹിനെ ചീത്ത പറയലോ വിഷമിപ്പിക്കലോ മാത്രമല്ല. ഇന്ന ഷാനിയക്ക് ഹുവൽ അബ്തർ എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം, നബി ഗുണമുള്ള മനുഷ്യന്മാരെ പ്രയാസപ്പെടുത്തലും നബി വിശേഷണമുള്ള, എന്താണ് നബി വിശേഷണം? കഹലി സഹാദത്തി, ദുനിയാവിനോട് താല്പര്യമില്ലാതെ ജീവിക്കുന്നവരുണ്ടാവും. അത് റസൂലുള്ളാഹിന്റെ ഒരു ഗുണമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഇബാദത്തി, ഇബാദത്തുമായി ജീവിക്കുന്നവരുണ്ടാവും. അവരെ കളിയാക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്, അവരെ വേദനിപ്പിക്കരുത്. അവിസ്വബരി, അവിൽ ജൂതി, ദാനധർമ്മവുമായി സ്വതക്ക ചെയ്ത് ജീവിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണമാണല്ലോ അത്. അവിൽ ഇൽമി, ഇൽമ കൊണ്ട് ജീവിക്കുന്നവരുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഇൽമ കൊണ്ട് ജീവിക്കുന്ന ആളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ പ്രയാസപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും കോപിപ്പിക്കുന്നതും നബി തങ്ങളെ വിഷമിപ്പിക്കുന്ന പോലെ തന്നെ. വമൻ അബഅല മൻ ഫീഹി, ഈ ഗുണങ്ങളുള്ള ആരെങ്കിലും ഒക്കെ കളിയാക്കുന്നുണ്ടെങ്കിൽ ഔ മാ അശ്ബഹ ദാലിക മിൻ അഖ്ലാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗുണങ്ങൾ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആളെ പ്രയാസപ്പെടുത്തിയാൽ ഫഖദ് അബഗളൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ലാ യശ്ഉറു, അവൻ അറിയാതെ അവൻ റസൂലുള്ളാഹിനെയാണ് വിഷമിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ, സ്വതക്ക ചെയ്യുന്നവരെ, ഇബാദത്ത് ചെയ്യുന്നവരെ ഒരു നിലക്കും പ്രയാസപ്പെടുത്തരുത്. മജ്മുഉൽ മുഅല്ലഫീൻ എന്ന കിതാബിൽ നമുക്കത് വായിക്കാൻ പറ്റും. അതാണ് ഇന്ന ഷാനിയക്ക് ഹുവൽ അബ്തർ, തങ്ങളെ വിഷമിപ്പിക്കുന്നവന് ജീവിതത്തിൽ ഒരു ഖൈറുണ്ടാവില്ല നബിയെ, അവനെ ഓർമ്മിക്കാനോ അവനെ സ്മരിക്കാനോ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല നബിയെ എന്ന ആയത്തിന്റെ തഫ്സീർ. ഇത് ആമുഖത്തിൽ തന്നെ നമ്മൾ പഠിക്കണം. വിഷയത്തിന്റെ കാമ്പും കാതലുമായ പാർട്ടിലേക്ക് ക്ഷണിക്കുകയും ശഅബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതെന്താ? 10 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, നമ്മൾ എന്തിനാണ് ഈ ടോപ്പിക്ക് ഈ പ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ളത്? അള്ളാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തി കൊടുത്ത എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ കൊടുത്ത ഒരു മാസമാണ് ശഅബാൻ. ഖുദ്സിയ ഹദീസിലുണ്ട്, എല്ലാവരും എൻ്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമാണ് താല്പര്യപ്പെടുന്നത്. കണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക.
റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ എല്ലാ ദിവസവും 400 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അതിനെക്കുറിച്ച് മഹദി പറയുന്നത് ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയാവണമെന്ന്. കണ്ടോ, എല്ലാവരും ശ്രമിക്കുന്ന റസൂലുള്ളാഹിന്റെ ഒരു ചിരി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പുഞ്ചിരി, മുത്തുനബി തങ്ങളുടെ മനസ്സിലെ ഒരു സന്തോഷം, അവിടുത്തെ ഒരു ഹാപ്പി, അത് കിട്ടണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് ചിരിച്ചു കിട്ടിയാൽ അതാണ് അവരൊക്കെ കൊതിക്കുന്നത്. അതിന് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇഹ്യാഉ സുന്നത്തിഹി വതമസ്സുകു ബിഹദീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ ജീവിപ്പിക്കുക എന്നുള്ളത്. സുന്നത്തുകൾ മരിച്ചു പോകുന്ന കാലത്ത്, പലരും സുന്നത്തുകൾ ഒഴിവാക്കുന്ന കാലത്ത് സുന്നത്തെടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് മുന്തിയ പ്രതിഫലായി ഇമാം ഷെഹറാനി റളിയല്ലാഹു അൻഹു ഹദീസ് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒരുപാട് മഹാന്മാരുടെ കൂലിയാണ് നമുക്ക് കിട്ടുന്നത് അവസാന കാലത്ത് സുന്നത്തെടുത്തുകൾ ജീവിക്കുമ്പോൾ. ജീവിത രംഗങ്ങളിലെ ഓരോ ഘട്ടങ്ങളിലും, കല്യാണങ്ങളിൽ, ആഘോഷവേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് നേരെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് അവിടെ എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ കൊണ്ടു നടന്നാൽ അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ തൃപ്തി ഉണ്ടാവും. പൊതുവിൽ മനുഷ്യർ ഒഴിവാക്കി പോകുന്ന 33 സുന്നത്തുകൾ എന്ന തലവാചകത്തെ വിശദീകരിച്ചുകൊണ്ട് 100-ലേറെ സുന്നത്തുകളെ ഇന്റേണലി വിശദീകരിക്കുന്ന ഒരു പുസ്തകം RC UAE കമ്മിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. അത് ലഭിക്കുന്നവരൊക്കെ വാങ്ങണം. എന്നിട്ട് നമ്മൾ ചെയ്തു പോകുന്ന സുന്നത്തുകളുടെ തന്നെ പ്രാധാന്യവും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സുന്നത്തുകളുടെ ഗൗരവമൊക്കെ അതിൽ വായിക്കുന്ന സമയത്ത് നമുക്കേറെ ഉപകാരപ്പെടും. ഒരു ബുക്കിന്റെ മാർക്കറ്റിങ്ങിനോ എഴുതിയ ആൾക്ക് വേറെന്തെങ്കിലും ബെനിഫിഷ്യലി കിട്ടാനോ അല്ല. നാളെ ആഖിറത്തിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പുഞ്ചിരി ലഭിക്കാനുള്ള ഒരു സൂത്രം പറഞ്ഞെന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം അൻ യറാ ഉമ്മത്തഹു മുതമസ്സികതൻ ബിനഹ്ജതിഹി ഫിൽ ഇബാദാത്തി വൽ മുആമലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വഴിയെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് ഉമ്മത്തിങ്ങനെ ജീവിക്കുമ്പോൾ റൗളയിൽ നോക്കി ചിരിക്കും. റൗളയിൽ നോക്കി ചിരിക്കും. അതാണ് മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. നിന്ന് മൂത്രമൊഴിക്കാൻ സൗകര്യമുണ്ടായിരിക്കെ തന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് പോയിട്ട് എന്തിന് നിന്ന് മൂത്രമൊഴിക്കുന്നു, ഇരുന്നിട്ടല്ലേ സുന്നത്ത് എന്ന് കരുതുക. എല്ലാവരും ഇതിനെ തിരസ്കരിക്കുന്ന ഘട്ടത്തിൽ മൻ അഹ്യാ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ജീവിപ്പിച്ചാൽ. എന്താണ് സുന്നത്തിനെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? മരിച്ചുപോയ ഒരു ഘടകത്തിനെ ജീവിപ്പിക്കുമ്പോഴാണ് അഹ്യാ എന്ന് പറയാം. ഫഖദ് അഹബ്ബനി, അവനാണല്ലോ എന്നെ ഇഷ്ടപ്പെട്ടത്. വമൻ അഹബ്ബനി, എന്നെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്നെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിലാണ്. ഇവിടെ ജീവൻ എന്ന പദം ശ്രദ്ധേയമായ പദമാണ്. എല്ലാവരും മതിമറക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ സുന്നത്തിനെ ജീവിപ്പിക്കുക. ഉറങ്ങാൻ നേരത്ത് മിസ്വാക്ക് ചെയ്യുക, ഉറങ്ങാൻ നേരത്ത് വുളു എടുക്കുക, ഉറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റുകളെല്ലാം ചൊല്ലുക.
ഓരോ സുന്നത്തിനും സ്വർഗത്തിൽ ഓരോ ദർജയുണ്ട്. അത് വേറെ എന്ത് ചെയ്താലും കിട്ടാൻ പോകുന്നില്ല. ഉദാഹരണത്തിന് ഉറങ്ങാൻ നേരത്ത് മിസ്വാക്ക് ചെയ്യൽ എന്നൊരു സുന്നത്ത്, ആ സുന്നത്ത് ജീവിതത്തിൽ തീരെ ഒരാൾ എടുക്കലില്ല. വാശി കൊണ്ടും വെറുപ്പുകൊണ്ടൊന്നുമല്ല, അശ്രദ്ധ കൊണ്ട്. പക്ഷെ അയാൾ തഹജ്ജുദ്, സുന്നത്ത് നോമ്പ്, സുന്നത്തസ്കാരം, ലുഹ, സ്വതക്ക, അക്കാരണം കൊണ്ടൊക്കെ സ്വർഗത്തിലെത്തി. പക്ഷേ രാത്രി ഉറങ്ങാൻ നേരത്തുള്ള മിസ്വാക്ക് എടുക്കുക എന്ന സുന്നത്തിന് അള്ളാഹ് സ്വർഗത്തിൽ സംവിധാനിച്ചതിലെ പ്രതിഫലം അതയാൾക്ക് കിട്ടൂല. അതയാൾക്ക് കിട്ടൂല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഓരോ സുന്നത്തിനും ഓരോ സെറ്റപ്പ് അല്ല വെച്ചിട്ടുണ്ട്, സംവിധാനം ഉണ്ട്. അത് ചെയ്താലേ കിട്ടുള്ളൂ. വേറെ എന്ത് ചെയ്താലും അസുന്നത്ത് കിട്ടൂല. ചിലപ്പോൾ അയാൾ സ്വർഗത്തിലെത്തുന്നൊക്കെ ഉണ്ടാവും. അതിന് ഷെഹറാനി ഇമാമിന്റെ ഈ കിതാബിൽ പറയണത് ബഹ്ജത്തുൻ നുഫൂസി വൽ അഹ്ദാഖ് ഫീമ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖ് എന്ന ഈ കിതാബിൽ പറയണത്, ജുമുഅന്റെ മുമ്പ് പുരുഷന്മാർക്ക് കുളി സുന്നത്തുണ്ട്. ആ സുന്നത്ത് എടുത്താലേ അതിന് സംവിധാനിച്ച സ്വർഗത്തിലെ ഒരു തടാകത്തിൽ കുളിക്കാനും അതിൽ കുളിക്കുമ്പോൾ രോമകൂപങ്ങളിലൂടെ സുഖം കിട്ടാനൊക്കെ തൗഫീഖ് ഉണ്ടാവുള്ളൂ. ഒരാളെപ്പോഴും ഷോപ്പിൽ നിന്ന് നേരെയോ കോളേജിൽ നിന്ന് നേരെയോ ജുമയ്ക്ക് വരുന്നതാ. രാവിലെ അയാൾ കുളിക്കുന്നത് ശ്രദ്ധിക്കാറില്ല, കുളിച്ചാൽ തന്നെ സുന്നത്ത് കരുതാറുമില്ല. എങ്കിലും അയാൾ വേറെന്തൊക്കെയോ വഴി സ്വർഗത്തിലെത്തുമെങ്കിലും ഇത് കിട്ടൂല. ഇതില്ല. ഈ കുളത്തിൽ, ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുക, അതില്ല, അത് തീർന്നു, അത് പോയി, അത് കിട്ടൂല. സ്വർഗത്തിലെ ഓരോ സിസ്റ്റവും ഓരോ സുന്നത്ത് കണക്റ്റഡ് ആണ്. അത് ആ കാർഡുണ്ടെങ്കിലേ അത് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാ സുന്നത്തെ ജീവിപ്പിക്കാതിരിക്കുക? മരിച്ചു പോകുന്ന സുന്നത്തുകളെ ജീവിപ്പിക്കുന്നവർക്ക് അർശിന്റെ തണല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത. അങ്ങനത്തെ 33 സുന്നത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ട്. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? റബ്ബേ, ജീവിതം തെളിച്ചമുള്ളതാക്കാം എന്ന അർത്ഥത്തിലുള്ള പുസ്തകം. RCUI കമ്മിറ്റിയോട് കോണ്ടാക്ട് ചെയ്താൽ ആ പുസ്തകം കിട്ടും. ഞാൻ അതിൽ എഴുതിയ ഒറ്റൊരു ഉദാഹരണം പറഞ്ഞു. ഒറ്റൊരു ഉദാഹരണം, മഗ്രിബിന്റെ സുബഹിന്റെയും ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന ദിക്ർ, ഒരു ഉദാഹരണം പറയാം. ആ ദിക്ർ ചൊല്ലിയാൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിലെ 4 അടിമകളെ മോചിപ്പിച്ച കൂലിയ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിലെ 4 അടിമകളെ മോചിപ്പിച്ച കൂലിയ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിൽ നിന്ന് ഒരടിമനെ മോചിപ്പിച്ചാൽ സാധാ 12 അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും. സാധാ 12 അടിമകൾ. അപ്പൊ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് 48 സാധാ അടിമകളെ മോചിപ്പിച്ച കൂലി കിട്ടും. അപ്പോൾ 10 ചെല്ലിയാൽ 480 അടിമകളെ മോചിപ്പിച്ച കൂലിയ 10 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. 10 ചെല്ലിയാൽ 480 അടിമകളെ മോചിപ്പിച്ചു. ഹദ്ദാദിന്റെ വ്യാഖ്യാനത്തിലുണ്ടത്, അതിൽ നിന്ന് എഴുതിയത്. അത് 480 അടിമകളെ മോചിപ്പിച്ച കൂലി. ഒരടിമനെ മോചിപ്പിച്ചാൽ തന്നെ അയാളെ നരകത്തുനിന്ന് രക്ഷപ്പെടും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു പറയട്ടെ, ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅന്റെ ശേഷം അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിക്കല പണി. എനിക്ക് ആഖിറത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള 10 കാര്യത്തിൽ ഒരു പ്രതീക്ഷ അമൽ അതാണെന്ന് ഇബ്നു ഹജർ തങ്ങളുടെ അസ്സവാഇഖുൽ മുഹരിക്ക എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം. അതേപോലെ ഒന്നും അടിമകളെ വാങ്ങാനും മോചിപ്പിക്കാനും ഇപ്പം പോസിബിലിറ്റി ഇല്ല. അപ്പൊ നമുക്ക് 480 അടിമകളെ മോചിപ്പിക്കുന്ന കൂലിയ ഒരൊറ്റ മഗ്‌രിബിന് ശേഷം, സുബഹിക്ക് ശേഷം ഈ ദിക്ർ ഇല്ലാല്. അങ്ങനത്തെ കുറെ സുന്നത്തുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ വായിക്കണം.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തൃപ്തിപ്പെടുത്തിയ മാസാണ് ശഅബാൻ. ആ ശഅബാനിനെ നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നോക്കണം. ജീവൻ എന്ന പദമാണ് ഇവിടെ പറഞ്ഞത്. ജീവൻ, ജീവിപ്പിക്കുക, സുന്നത്തിനെ ജീവിപ്പിക്കുക. സുന്നത്തിനെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനും ഉണ്ട് കുറെ വ്യാഖ്യാനം. ഒന്ന്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരിക. രണ്ട്, സുന്നത്ത് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുക, പറഞ്ഞു കൊടുക്കുക, എഴുതുക, ബോധ്യപ്പെടുത്തുക, പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. എങ്കിൽ അത്ഭുതമായിരിക്കും, അത്ഭുതം. അള്ളാഹു തൗഫീഖ് ആക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ടാണ് നമ്മൾ ശഅബാനെ സ്വീകരിക്കാൻ പോകുന്നത്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം ഹുസ്നുൽ ഖുൽഖി മഅന്നാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്വഭാവമുള്ളവരെ. വെറുതെ പറയണല്ല, ഈ 10 കാര്യങ്ങൾക്കും തെളിവുണ്ട്. 10 കാര്യങ്ങൾ. ശഅബാൻ അള്ളാഹു റസൂലിനെ തൃപ്തിപ്പെടുത്താൻ സെലക്ട് ചെയ്ത മാസമാക്കിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൃപ്തിപ്പെടുത്തുന്ന 10 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2, സൽസ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹ് നിയോഗിച്ചതും കൊണ്ടുവന്നതും ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹ് കൊണ്ടുവന്നത്. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന്. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹ് കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയണ്ടല്ലോ, ഇന്ന അഹബ്ബക്കും ഇലയ്യ വഅഖറബക്കും മിന്നി ഫിൽ ആഖിറ. ആഖിറത്തിൽ എന്നോട് ഏറ്റവും അടുപ്പം ഉള്ളവർ ആരാ? മഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിലെ നല്ല സ്വഭാവമുള്ളവരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണത്. നിങ്ങളിൽ എനിക്ക് ആഖിറത്തിൽ ഏറ്റവും ഇഷ്ടവും അടുപ്പമുള്ളവരും ആരാണ്? സൽസ്വഭാവികളാണ്. സൽസ്വഭാവികൾ. നല്ല സ്വഭാവമുള്ളവര്. പലർക്കും പല ഇബാദത്തുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്വഭാവം ശരിയുണ്ടാവില്ല. ഭർത്താവിനോട്, ഭാര്യനോട്, മക്കളോട്, ഉമ്മനോട്, ഭർത്താവിൻ്റെ ഉമ്മാനോട്, ഇങ്ങനെ പലരോട്. നാവിനെയും മറ്റു അവയവങ്ങളെയും കൃത്യമായി വിചാരണ ചെയ്യണം. അതിന് ഉപയോഗിക്കേണ്ട തുലാസാണ് സൽസ്വഭാവം. സൽസ്വഭാവത്തിൻ്റെ തുലാസിൽ നാവും മറ്റ് അവയവങ്ങളും ഇട്ടിട്ട് മനുഷ്യന് വില കൽപ്പിക്കപ്പെടുന്ന സ്റ്റിക്കറും ഇമോജിയും ആണോ ഞാൻ ഇടുന്നത്? മറ്റുള്ളവരെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന വർത്തമാനങ്ങൾ ഞാൻ പറയാറുണ്ടോ? ഇതിങ്ങനെ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ വെറുപ്പുള്ള കാര്യമാണ് വഇന്ന അബഅദകും ഇലയ്യ വഅബഅദകും മിന്നി ഫിൽ ആഖിറതി അസ്വഉകും അഖ്ലാഖ. മോശം സ്വഭാവമുള്ളവരെ റസൂലുള്ളാഹിക്ക് വളരെ 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 വെറുപ്പാണ്. അസർസാറൂൻ, ടോക്കറ്റീവായ ആൾക്കാരെ വർത്താനം പറയും, ഒരേ വർത്താനം പറയും, ഒരേ വർത്താനം പറയും, ഇങ്ങനെ വർത്താനം, മറ്റുള്ളവർക്ക് വിഷമം എന്ന രീതി. വോയിസ് ഒക്കെ അയക്കുമ്പോൾ കുറച്ച് അയക്കുക, ഫോണൊക്കെ വിളിച്ചാൽ കുറച്ച് സംസാരിക്കുക. മറ്റുള്ളവരാരെയും സമയം കളയരുത്, വിഷമിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. സൽസ്വഭാവികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാണ്. മഹ്ശറിൽ അടുത്തിരുത്തുകയും ചെയ്യും അവരെ. അതാണ് രണ്ടാമത്തെ കാര്യം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്തണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹുസ്നുൽ ഖുൽഖി നിസ്ഫുദ്ദീനി, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവണം. റസൂലുള്ളാഹിന്റെ ഇഷ്ടാണല്ലോ നമുക്ക് കിട്ടേണ്ടത്, അതിന് നല്ല സ്വഭാവമാണ്. നമുക്ക് എല്ലാവർക്കും തോന്നും നമ്മളെ സ്വഭാവം അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തുലാസ്, സൽസ്വഭാവം എന്ന് പറഞ്ഞിട്ട് ഒരു തുലാസ് വാങ്ങുക, അതിൽ അളക്കുക. നാവാണ് മെയിനായിട്ട് അളക്കേണ്ടത്. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ആൾക്കാരും നമ്മുടെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോഴാ നല്ല സ്വഭാവമാവുക. ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. രണ്ടാമത്തത് കിട്ടി. 10 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നമുക്ക് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട 10 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അത് റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഉമ്മത്ത് ചെല്ലുന്ന സ്വലാത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വെളിവാക്കും. പേരും ഉപ്പാന്റെ പേരൊക്കെ വെച്ചിട്ട് വെളിവാക്കും. ഉപ്പാന്റെ പേര് ഫ്രീ ആയിട്ട് അവിടെ എത്തും. കുല്ലമാ അക്സറൽ അബ്ദു മിനസ് സ്വലാത്തി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കും തോറും സാദ ഖുർബുഹു മിൻഹു യൗമൽ ഖിയാമ, ആഖിറത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, അടുത്തുകൊണ്ടേയിരിക്കും, അടുത്തുകൊണ്ടേയിരിക്കും. സ്വലാത്ത് ചൊല്ലണമെന്ന് ഇറങ്ങിയ മാസവും കൂടിയാണല്ലോ ഇത്. ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടുതൽ അടുപ്പം ഉണ്ടാവുക റസൂലുള്ളാഹിനോട് ഇഷ്ടമുള്ളവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമുള്ളവർക്കും ആയിരിക്കുമല്ലോ. അത് സ്വലാത്തിൽ നിന്ന് വരാം. സ്വലാത്ത് ചൊല്ലണമെന്ന് നിർദ്ദേശം വന്ന മാസം കൂടി ആയതുകൊണ്ട് നല്ലോണം സ്വലാത്തല്ലാണ് ഈ പ്രാവശ്യം, ഈ മാസത്തിൽ. അത് നിന്നിട്ട് നമ്മളെ ജീവിതത്തിൻ്റെ ശീലാക്കണം. എപ്പോഴും പറയാറുള്ളതാണെങ്കിലും ഒരു ബർക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വായിച്ചു പോകാം. വായിക്കുന്നത് അൽ അദിഅയ്യത്തു വൽ അദ്കാർ അൽ വാരിദത്തു അനാ അൽ ലൈലി വഅത്റാഫൻ നഹാർ എന്ന കിതാബ് മൗലാന അൽ ഇമാം അൽ ഹുജ്ജ ഷെയ്ഖ് അബ്ദുല്ലാഹി സിറാജുദ്ദീൻ അൽ ഹുസൈനി റഹിമഹുല്ലയുടെ കിതാബ്. സ്വലാത്തിനായിട്ട് ഒരു വേറെ കിതാബ് എഴുതിയിട്ടുണ്ട്, അതുണ്ട് എൻ്റെ അടുത്ത്. ഇപ്പോൾ മഹാന്റെ വേറൊരു കിതാബാണ് വായിക്കുന്നത്. 20 നേട്ടങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. വായിച്ചു പോവുകയാണ് ബർക്കത്തിന്, നമുക്കൊക്കെ അറിയുന്നതാണെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെടാൻ ചിലപ്പോൾ ഈ വായനയും കേൾവിയൊക്കെ ഉപകാരപ്പെട്ടാലോ. സ്വലാത്ത് ചൊല്ലുമ്പോഴുള്ള ബർക്കത്ത് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണലിൽ അയാൾ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ സ്വർഗത്തിന്റെ ഇനാഗ്രേഷൻ സെറിമണിയിൽ അയാൾക്ക് പങ്കെടുക്കാൻ പറ്റും, ഉദ്ഘാടന ചടങ്ങിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ് എന്താ പറയണത് നോക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പേരാണ് അവ്വലുമായി അദ്ഖുലുൽ ജന്ന. അതൊരു പേരാണ് തങ്ങളുടെ. സ്വർഗത്തിൽ ആദ്യത്തുന്ന ആള്. ആ പേര് പഠിക്കുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് ആദ്യം എത്തുന്നത് കാണാൻ ആഗ്രഹം വേണമെന്ന് തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്. രണ്ടാമത്തത് സബബുൻ ലി സബാത്തിൽ ഖദമി അല സിറാത്ത്. സിറാത്തു പാലത്തിൽ കാലിന് സ്ഥിരത ഉണ്ടാവും, കാല്
തെറ്റിപ്പോവില്ല, ഇടറിപ്പോവില്ല. അഥവാ കാല് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, അയാൾ ചെയ്ത എന്തോ അരുതായ്മയുടെ കാരണം കൊണ്ട് കാല് ഇടറിപ്പോകുന്നുണ്ടെങ്കിൽ, അയാൾ ചൊല്ലിയ സ്വലാത്ത് അയാളെ രക്ഷപ്പെടുത്താൻ അവിടെ കൈപിടിക്കാൻ വരുമെന്നും മറ്റു ചില ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ നേട്ടം സബബുൽ അംനി മിനൽ അത്ഷി യൗമ യസ്തദ്ദു അലൽ ഖലായിഖി. എല്ലാവരും ദാഹിച്ച് തൊണ്ട വറ്റി തൊണ്ട പൊട്ടി ഇടറുന്ന ഘട്ടത്തിൽ, പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ഇയാൾ എന്താ പറയാ, വെരി കൂൾ ആയിരിക്കും. ഒരു ദാഹവും ഉണ്ടാവില്ല, ഒരു പ്രയാസവും ഉണ്ടാവില്ല. സ്വലാത്ത് വായിൽ നിറഞ്ഞു നിൽക്കുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർക്ക് ആഖിറത്തിൽ ദാഹം ഉണ്ടാവില്ല. അന്നാണ് അതിൻ്റെ വില മനസ്സിലാവുക. നല്ലോണം നമ്മൾ സ്വലാത്തെല്ലണം. നാലാമത്തത് ഫീഹ അൽ അംനു മിൻ സുഖ്തില്ലാഹി അല്ലെങ്കിൽ മിൻ സഖ്തില്ലാഹി തആല. അള്ളാഹുവിൻ്റെ കോപം ആഖിറത്തിൽ പലർക്കും കിട്ടുമ്പോൾ ഇയാൾക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അയാളെ ദേഷ്യം പിടിക്കൂല. അള്ളാഹുവിൻ്റെ കോപം അയാൾക്ക് ഉണ്ടാവില്ല, അയാൾ രക്ഷപ്പെടും. അഞ്ചാമത്തത് സബബുദ്ദുഖൂലി ഫീ ളിലാലിൽ അർശി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അർശിന്റെ തണല് ലഭിക്കും സ്വലാത്ത് എല്ലുന്നവര്. അങ്ങനെ ഹദീസിലുണ്ട്, ആ ഹദീസ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. രക്ഷപ്പെടാനുള്ള വസീലയാണ് ഷഅബാൻ നമ്മളെ മാടി വിളിക്കുന്നത്. അടുത്തത് ഇന്നഹ സബബുൽ ലി മഹബ്ബത്തിൽ മലായിക വ ഇആനതിഹിം വ തർഹീബിഹിം ബിൽ മുസല്ലി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം. മലക്കുകൾക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. മലക്കുകൾ അയാളെ എല്ലാ കാര്യത്തിനും സഹായിക്കും. മലക്കുകൾ ഇയാൾ എവിടെ വന്നാലും ആശംസകൾ പറഞ്ഞ് ഗ്രീറ്റിംഗ്സ് നൽകും, സന്തോഷം നൽകും. സ്വലാത്തല്ലിയാൽ ഇയാളെ കാണുമ്പോൾ തന്നെ മലക്കുകൾക്ക് വലിയ ഹാപ്പി ആയിരിക്കും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു. നല്ല മനുഷ്യന്മാർ മരിക്കുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കൾ അവരിലേക്ക് ഇറങ്ങി വരും. 3 സമയത്ത് അവരിലേക്ക് സന്തോഷം പറയും. 1 മരിക്കുമ്പോൾ, 2 ഖബറിലെത്തുമ്പോൾ, 3 അയാൾ ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ. മലക്കൾ വളരെ സന്തോഷമായിരിക്കും ഉണ്ടാവുക. കൂടെയുള്ള മലക്കൾ സന്തോഷിക്കുന്ന ഒരു ഘട്ടം ആലോചിച്ച് നോക്കിയേ. നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മളുടെ കൂടെ പതിറ്റാണ്ടുകളോളം കൂടെ ഉണ്ടായിരുന്ന മലക്കൾ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും കമൻ്റ് അടിക്കുക? മുങ്കർ നക്കീർ റക്കീബ് അത്തീത് മലക്കുകൾ. അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിച്ചത്? ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ റൂഹ്, അയാളുടെ മയ്യത്ത് കട്ടിലിൻ്റെ മേലെ ഇരുന്നിട്ട് കുറേ നേരം ഈ 10-60 കൊല്ലം ഞാൻ സഞ്ചരിച്ച വാഹനമാണല്ലോ ഈ വണ്ടി, ഈ ശരീരം എന്നിങ്ങനെ വിലപിക്കും അത്രേ. ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മലക്കുകൾ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക? കഴിഞ്ഞ കാലത്തെ ദോഷങ്ങളൊക്കെ പുറത്ത് കഴിഞ്ഞ കാലങ്ങളെ മുഴുവനും വെളുപ്പിക്കാൻ ആണ് റജബ് തന്നത്. അതിന് പറ്റിയ അമലാണ് സ്വലാത്ത് എന്ന് പറയണത്. ഞാൻ വേറെ ഒരു കിതാബ് എൻ്റെ കയ്യിലെടുക്കുകയാണ്. ഈ കിതാബിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്ക് കുറേ ഇബാദത്തൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വായിക്കുകയാണ്. കാല ബഅ്ലുൽ ആരിഫീൻ, ഔലിയാക്കൾ പറയാണ്, മൻ ഫാത്തഹു കസറത്തു സ്വലാത്തി വസ്സിയാം. കുറേ നോമ്പെടുക്കാനും നിസ്കരിക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഫലുക്സിറു മിന സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ നീ കുറേ സ്വലാത്തില്ലൂ. ഫഇന്നഹു മൻ സ്വല്ലാ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ, നീ ഒരു പ്രാവശ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് എല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശറൻ, അള്ളാഹു 10 സ്വലാത്ത് നിനക്ക് തരും. ഫലൗ ഫഅലൽ ഇൻസാനു ജമീഅ ത്വആതി തൂല ഉംരിഹി, ആയുഷ്കാലത്ത് മുഴുവനും ഒരാൾ ഇബാദത്ത് ചെയ്തു എന്ന് വിചാരിക്കുക.
അയാളുടെ 100 കൊല്ലം ജീവിച്ചിട്ട് അയാൾ അത്രയും കാലം ഫുൾ ടൈം ഇബാദത്ത് ചെയ്തു. അതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്തൻ വാഹിദത്തൻ, ഒരൊറ്റ സ്വലാത്തും 100 കൊല്ലത്തിൻ്റെ ഇടയിലെ ജീവിതത്തിൽ ചൊല്ലിയെന്നും കരുതുക. എങ്കിൽ റജഹത്ത് തിൽക സ്വലാത്തുൽ വാഹിദ അലാ കുല്ലി മാ അമിലഹു ജമീഅ ഉംരിഹി മിൻ ജമീഇ ത്വാഅത്ത്. അയാൾ ജീവിതകാലത്ത് മുഴുവനും ചെയ്ത ഇബാദത്തിനേക്കാൾ മീസാനിൽ കനം തൂങ്ങുന്നത് ഒരു തവണ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലിയ സ്വലാത്തായിരിക്കും. ഒറ്റ സ്വലാത്ത്. എന്താ കാരണം? ലി അന്നക തുസല്ലി അലാ ഹസ്ബി വുസ്ഇക, നിന്റെ ഈമാന്റെയും തഖ്വന്റെയും ഒക്കെ പരിധി വെച്ചിട്ടാണ് നീ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയത്. അതിൻ്റെ പകരം വല്ലാഹു യുസല്ലി അലൈക ഐ യർഹമുക അലാ ഹസ്ബി റുബൂബിയത്തിഹി, അല്ലാഹ് റബ്ബാണ് എന്നുള്ളത് വെച്ചിട്ടാണ് നിനക്ക് 10 അങ്ങോട്ട് തരുന്നത്. അതിയത്തുൽ ഖൗമി അലാ ഖദരി അഖ്ദാരിഹിം, അള്ളാഹ് തരുന്ന റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റബ്ബെന്ന അധികാരം വെച്ചിട്ടാണ്. അള്ളാഹ് തരുന്നത് ചില്ലറ 500 നോട്ടായിരിക്കൂല. നീ 400 500 കൊല്ലം ചെയ്ത ഇബാദത്തിനേക്കാൾ ടോപ്പാണ് അള്ളാന്റെ ഒറ്റ റഹ്മത്ത് കിട്ടല്. ആദാ ഇദാ കാനസ് സ്വലാത്തുൻ വാഹിദ, ഇത് ഒറ്റ സ്വലാത്തിന്റെ കൂലി നിനക്ക് അള്ളാന്റെ 10 റഹ്മത്തും ഇത് എല്ലാ ഇബാദത്തിനേക്കാളും ടോപ്പും ആകുന്നുണ്ടെങ്കിൽ ഫകൈഫ ഇദാ സ്വല്ല അലൈക അശറൻ ബി കുല്ലി സ്വലാത്തിൻ, ഒന്നിന് 10 അള്ള തരുന്നുണ്ടെങ്കിൽ നീ ഒരു 10 സ്വലാത്ത് ചൊല്ലിയാൽ എങ്ങനെ ഉണ്ടാവും? ഒന്നിന്റെ കൂലി ഒന്നിന് 10 കൂലി. ആ 10ന്റെ ഒന്നെന്നെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. അള്ളാന്റെ 10 റഹ്മത്തിലെ ഒരു റഹ്മത്ത് തന്നെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു കഥ? ഫമാ അഹ്സനു ഈശിൻ മൻ അതാ അല്ലാഹ ബിദിക്രിഹി വസ്സലാത്തി അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരാളുടെ ജീവിതത്തിന്റെ മനോഹാരിത എന്തായിരിക്കും? എന്തൊരു മനോഹാരിതായിരിക്കും. എണ്ണിയാലും തീരൂല സ്വലാത്തിന്റെ കൂലി എന്ന് പറയുന്നത്. ബർക്കത്തിന് വേണ്ടി പറയാൻ തുടരാം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ സബബുൽ ലിഹയാത്തിൽ ഖുലൂബി വശറഹി സുദൂരി വഹുലൂലി സുറൂർ, നിന്റെ കൽബ് ജീവിക്കുന്ന കൽബാവും, മരിച്ചോവില്ല. മരിക്കുമ്പോൾ നല്ല മണിമണിയായി അള്ളാഹിനെ ഓർത്തിട്ട് മരിക്കാൻ പറ്റും. വശറഹി സുദൂർ, നിന്റെ കൽബ് വിശാലമായ കൽബാവും. അലം നശ്റഹ് ലക സദ്റക് വഹുലൂലു സുറൂർ, നിന്റെ കൽബിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ഇല്ലാൽ കൽബില് ഭയങ്കര സന്തോഷമായിരിക്കും. തീർന്നിട്ടില്ല. അടുത്തത് ഫീഹാ അല്ലമാനും ഇമ്മ യഖാഫുഹു, പേടിക്കുന്ന കാര്യങ്ങളൊന്നും അയാളുടെ ജീവിതത്തിൽ വരൂല. നിർഭയത്വം. യതദക്കറു ബിഹന്നാസി മാ നസിയഹു, മറന്നുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മിക്കാന് സ്വലാത്ത് ഉപകാരപ്പെടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അടുത്തത് സബബുൽ ലിസുഹ്ബത്തി ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആലമിൽ ബർസഖി, മരണപ്പെട്ടതിന് ശേഷം വരുന്ന ഖബറ്, മഹ്ശറ, സ്വർഗം, ഈ ഘട്ടങ്ങളിലൊക്കെ മുത്തുനബീന്റെ ഗ്രൂപ്പിൽ തന്നെ പെട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഗ്രൂപ്പിൽ ഉംറക്ക് എന്നെല്ലാം പറയുന്ന പോലെ ഒരു ഉദാഹരണം. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും സ്വലാത്തിന്റെ അഹ്ലുകാര്. അടുത്തത് സബബുൽ ലി മഹബ്ബത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടും സ്വലാത്ത് എല്ലുന്ന മനുഷ്യന്മാരെ. അടുത്തത് കേട്ടോ, സബബുൽ ലിഅർളി ഇസ്മിൽ മുസല്ലി അലാ ഹളറത്തിഹി ഷരീഫ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം. റൗള ഷരീഫിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ലോകത്തെ ഏറ്റവും മഹത്വമുള്ള കഅബനേക്കാൾ ടോപ്പും അർശിനേക്കാൾ ടോപ്പുമായ ആ റൗളന്റെ ഉള്ളില് ഒന്നുമല്ലാത്ത നമ്മളെ പേര് അവിടെ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കും. യാ റസൂലുള്ളാഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹബാനെ കിട്ടിയത് മുതലാക്കണം എന്ന് പറഞ്ഞാൽ മുതലാക്കണം. സ്വലാത്ത് നല്ലോണം ചൊല്ലണം. അടുത്തത് സബബുൻ ലി ബശാറത്തിൽ അബ്ദി ബിൽ ജന്നത്തി ഖബല മൗതിഹി, അയാൾ മരിക്കണതിന് മുമ്പ് തന്നെ
അയാൾക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷം മലക്കൾ വന്നിട്ട് പറഞ്ഞിട്ടേ അയാൾ മരിക്കുള്ളൂ. നെക്സ്റ്റ്, നൂറുൻ ലി സ്വാഹിബിഹാ ഫി ജമീഇൽ അവാലിബ്. ഖബറിലും മഹ്ശറിലും ഹൃദയത്തിലും സിറാത്ത് പാലത്തിലൊക്കെ പലപ്പോഴും ഇരുട്ട് കയറിയത് കൊണ്ടാണ് പലരും തോറ്റുപോവുക. ഇവിടെ അങ്ങനെ തോറ്റുപോണ പരിപാടിയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് നല്ല ചൊല്ലുന്ന ആൾക്കാർക്ക് ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും പ്രകാശമായിരിക്കും. ഒരു ബർക്കത്തിൽ ഒരു സ്വലാത്ത്, അസ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അല്ലാഹുവേ, നമുക്ക് നല്ലോണം സ്വലാത്ത് എല്ലാം തൗഫീഖാക്കണേ റഹ്മാനെ. അടുത്തത്, തുദ്ഹബുൽ ഫഖറു വൽ ഹമ്മു വൽ ഗമ്മു. ദാരിദ്ര്യം ഉണ്ടാവില്ല, ടെൻഷൻ. കഴിഞ്ഞ കാലത്ത് ഓർത്തിട്ടും ടെൻഷൻ വേണ്ട, വരാനിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഓർമ്മിച്ചിട്ടും ടെൻഷൻ വേണ്ട. ഒരു ടെൻഷനും ഉണ്ടാവില്ല, രണ്ടും ഉണ്ടാവില്ല. പിന്നെ അടുത്തത്, തർഫഉദ്ദറജാതി വതഹുത്തുൽ ഖതായ. ദോഷങ്ങൾ പൊറുക്കുകയും അയാളുടെ ദറജകൾ വർദ്ധിക്കുകയും ചെയ്യും. ചില റിപ്പോർട്ടുകളിൽ വർഷങ്ങളോളമുള്ള തെറ്റു പൊറുക്കാൻ സ്വലാത്ത് കാരണമാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖസ്തല്ലാനി ഇമാമിന്റെ മസാലിക്കുൽ ഹുനഫയിലൊക്കെ അത് കാണാൻ പറ്റും. പിന്നെ അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്പെഷ്യൽ ശഫാഅത്ത് അയാൾക്ക് ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്പെഷ്യൽ ശഫാഅത്ത് അയാൾക്ക് ലഭിക്കും. പിന്നൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിൽ നിന്നാളുടെ ദുആ വേഗം സ്വീകരിക്കും. സ്വലാത്തിൽ നിന്നവരുടെ നാവിന് വലിയ അസർ ഉണ്ടാവും അത്ര. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആൾക്ക് അള്ളാന്റെ സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്, മലക്കളുടെ സ്വലാത്ത് എല്ലാം പാടെ കിട്ടും. 20ാമത്തത്, മലക്കൾ ചെയ്യുന്ന പരിപാടിയാണ് മൂപ്പര് ചെയ്യുന്നത്, ചില്ലറ കാര്യമല്ല. അൽ അദ്ഇയത്തു അൽ അദ്കാർ അൽ വാരിദത്തു ആനാ അൽ ലൈലി വഅത്റാഫൻ നഹാർ. അബ്ദുല്ലാഹി സിറാജുദ്ദീൻ അൽ ഹുസൈനി റഹിമഹുല്ലയുടെ കിതാബ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷം കിട്ടാൻ വേണ്ടി എത്ര കാര്യമാണ് പറഞ്ഞത്? 10 കാര്യം പറയൂന്ന് പറഞ്ഞിട്ട് ഷാബാനാവുമ്പോ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കല്ലേന്ന്. എത്ര പറഞ്ഞേ? 3 അല്ലേ? 3. 10 ആവോ നോക്കാം. 4ാമത്തത്, പാവങ്ങള്, യതീമക്കള്, ആവശ്യക്കാര്, അവർക്കൊക്കെ നമ്മൾ ഗുണം ചെയ്യുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അൽ ഇഹ്സാനു ഇലൽ ദുഅഫാഇ വൽ യതാമ വൽ മുഹ്താജീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റഹീമൻ ബിൽ ദുഅഫാ, ദുർബലരോട് വല്ലാത്ത കരുണ ഉള്ള ആളാണ്. യതീമക്കളെ സംരക്ഷിക്കുന്നവരെ സ്വർഗത്തിൽ ഞാനും അവനും ഇങ്ങനെയാണെന്ന് പറഞ്ഞതല്ലേ. കുടുംബത്തിലെ യതീമക്കൾ, അല്ലാത്ത യതീമക്കൾ, അവർക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കണം. സാധുക്കളെ കൈവിടരുത്. വലിയ സംരംഭങ്ങളും വലിയ പാർട്ടികളും വലിയ വീടുകളും വലിയ വാഹനങ്ങളൊക്കെ അൽഹാഖു മുത്തകാസുർ, നിന്നെ അതാടോ നശിപ്പിച്ചത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സാധുക്കളെ അവഗണിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഉണ്ടാവരുത്. എന്ത് നമ്മളെ വീട്ടിൽ, നമ്മളെ അണിയറയിൽ നടക്കുമ്പോഴും പാവങ്ങളെ പരിഗണിക്കണം. അക്കീക്കത്ത് അറക്കുമ്പോൾ ഒരു 5 പാവങ്ങൾക്ക് ഒരു 5 കെട്ട് വേറെ മാറ്റി വെക്കണം. കുടുംബത്തിലെ പാവങ്ങളാണെങ്കിലും അല്ലാത്ത പാവങ്ങളാണെങ്കിലും അവരുടെ അഭിമാനത്തിന് പകരം ചാരിറ്റി നടത്തണ്ട. സ്റ്റേജുമ കയറ്റിയിട്ട് പാവത്തിന്റെ വീടിന്റെ താക്കോലൊന്നും കൊടുക്കണ്ട, അയാളുടെ കൽബ് വേദനിക്കും. ഡയാലിസ് രോഗികൾക്ക് ആ രോഗികളെ തന്നെ സ്റ്റേജുമ കയറ്റിയിട്ട് ദയവ് ചെയ്തിട്ട് സഹായം കൊടുക്കണ്ട. അങ്ങനെയൊന്നും വേണ്ട. പാവങ്ങളെ പരിഗണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ സന്തോഷിപ്പിക്കാൻ പറ്റിയ കാര്യമാണ്.
ഇപ്പം അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനെ പോലെയോ അല്ലെങ്കിൽ അബ്ദുല്ലാഹുവിന് മസൂദ് റളിയല്ലാഹുവിനെ പോലെയോ നേരെ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുക്കാനോ നമുക്ക് പറ്റൂലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പാവങ്ങളെ പരിഗണിക്കുന്നത്, വിശേഷിച്ച് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പാവങ്ങളെ പരിഗണിക്കുന്നതും അതൊക്കെ വളരെ നല്ല കാര്യമാണ്. റസൂലുള്ളാഹിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗാണത്. യദ്ഖുലു ഫുഖറാഉ ഉമ്മത്തി അൽ ജന്ന ഖബല അഗ്നിയാഇഹ ബി500 ആമിൻ. ഈ ഉമ്മത്തിലെ പാവങ്ങളാണ് പണക്കാരുടെ 500 കൊല്ലം മുമ്പ് സ്വർഗത്തിലെത്തുക എന്ന്. പാവങ്ങളെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളാണെന്ന് ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട്. ഒരാൾക്ക് പാവങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് ആത്മാർത്ഥമായി മഹബത്ത് ഉണ്ട് എന്നാണ് അർത്ഥം. കാരണം പാവങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ തിരിച്ചൊന്നും കിട്ടാനില്ലല്ലോ, വിസിബിലിറ്റി ഇല്ല, അടുത്ത വോട്ട് കിട്ടാനില്ല, ഒന്നുമില്ലല്ലോ. പാവങ്ങളെ ഇഷ്ടപ്പെടണം. ദാരിദ്ര്യത്തിൻ്റെ തീച്ചൂളയിലുള്ള ഒരു കാലത്ത് നൂറുകണക്കിന് ഒട്ടകങ്ങളിൽ ലക്ഷക്കണക്കിന് വിലയുള്ള ചരക്കുകൾ എത്തിയപ്പോൾ എല്ലാവരും മുന്തിയ വിലക്ക് ഈ ഭക്ഷണ സാധനം തരുമെന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളഹാനോട് ചോദിച്ചപ്പോൾ ഉസ്മാൻ അള്ളഹാനു പറഞ്ഞു, ഈ ചെറിയ വിലക്കൊന്നും, ഇത് ചെറിയ വിലയോ, ഈ മദീനയിൽ ഇതിനേക്കാൾ വില തരാൻ ആരാ ഉള്ളത്? അങ്ങനെ വലിയ വലിയ വിലയൊക്കെ ചോദിച്ചിട്ടും ഉസ്മാൻ അള്ളഹാനു ഒന്നും വേണ്ട, ഞാൻ ഇത് നിങ്ങൾക്കെല്ലാം പാവങ്ങളല്ലേ, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് പാവങ്ങൾക്കൊക്കെ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ എൻ്റെ സ്വത്ത്. അതാണ് മഹബത്ത് എന്ന് പറയുന്നത്. അതാണ് മഹാന്മാർ പറഞ്ഞത്, പാവങ്ങളോട് മഹബത്തില്ല ഒരാൾക്ക്, എന്നിട്ട് അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബത്ത് ഉണ്ട് എന്ന് വാദം ഉണ്ടെങ്കിൽ ആ പറയുന്നത് കളവാണ് എന്ന് മഹാന്മാർ പറഞ്ഞത് കിതാബുകളിലുണ്ട്. പാവങ്ങളെ പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പറയണത് വബഗൂനി ഫീ ളുഅഫായിക്കും, നിങ്ങൾ എന്നെ പാവങ്ങളുടെ അടുത്താണ് അന്വേഷിക്കേണ്ടത്. ഇപ്പം പാവങ്ങളുള്ള കോളനി പോയിട്ട് റസൂൽ അവിടെ ഉണ്ടാവുന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? പാവങ്ങളെ പരിഗണിക്കുന്നിടത്ത് എൻ്റെ ഇഷ്ടം കിട്ടും മോനെ എന്നാണ്. ഏതുപോലെ വേറൊരു ഹദീസിലുണ്ടല്ലോ, രോഗിനെ സന്ദർശിച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും. അതുപോലെ തന്നെ ഫൈനമാ തുൻസറൂന തുർസക്കൂന ബിളുഅഫായിക്കും, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നതും മഴ കിട്ടുന്നതും നിങ്ങൾക്ക് ഈ അപകടമൊന്നും ഇല്ലാണ്ട് കഴിച്ചലാവുന്നതൊക്കെ പാവങ്ങളെ കൊണ്ടാണ്. അപ്പൊ പാവങ്ങളെ പരിഗണിക്കണം. അലിറുല്ലാനും പാവങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ആളാ. ഇബ്നു ഉമർ തങ്ങൾ അങ്ങനെയാണ്, അബ്ദുല്ലാഹിൻ മസൂദ് തങ്ങൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യയുണ്ട്, സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹ. ഓറെ പേരെന്നെ ഉമ്മുൽ മസാക്കീൻ എന്നാണ്, പാവങ്ങളെ ഉമ്മാന്ന്. അതൊരു കോളേജിൽ കിട്ടിയ ബിരുദല്ല, ഏതെങ്കിലും ഒരു കോഴ്സിലെ ഹാദിയ ഷാഫിയ മാഫിയ എന്ന് പറയുന്ന പോലത്തെ ബിരുദല്ല അത്. പിന്നെന്താ? ആ ബിരുദം കിട്ടിയത് പാവങ്ങളെ സഹായിച്ചിട്ടാണ്. മഹദി അതിനു വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ജോലി ചെയ്യും അത്രേ, സ്റ്റിച്ചിങ്, നെയ്ത്ത് ജോലി. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ എന്തിനാ ജോലിക്ക് പോകുന്നതല്ലേ വീട്ടിൽ നിന്ന്? എന്തിന്? റസൂലുള്ളാഹി കൊടുക്കൂലേ ചെലവിനല്ലോ, ഉണ്ട്, കൊടുക്കുന്നുണ്ട്. പിന്നെന്തേ? പാവങ്ങളെ സഹായിക്കാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും പണം വേണമെന്ന് ചിന്തിച്ച് അങ്ങനെ ജോലി ചെയ്ത് പാവങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പണിയെടുത്ത മഹദി ഫത്തുൽ ബാരിയിൽ കാണാം, സൈനബ് ബിന്തു ഹുസൈമ റളിയല്ലാഹു അൻഹ. ഓറെ പേരെന്നെ ഉമ്മുൽ മസാക്കീൻ എന്നാണ്, പാവങ്ങളുടെ ഉമ്മാന്നാണ്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും പേരുണ്ട്, അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉപ്പാന്ന്. അള്ളാഹ് ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ്, ഉത്തുനബി എന്നോടൊരു കാര്യം ചോദിക്കോ. എന്ത്? അള്ളാഹ് റസൂലുള്ളാഹിനോട് ചോദിക്കോ എന്ന് പറയണമെങ്കിൽ അക്കാര്യം വലുതായിരിക്കുമല്ലേ? അതെ. എന്നിട്ട് എന്താ ചോദിച്ചത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാക്കീൻ, പാവങ്ങളോട് എനിക്ക് സ്നേഹം തരണേ അല്ലാഹ്. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ പാവങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കും.
നല്ലോണം പാവങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക, അതന്നെ ഏറ്റവും വലിയ മഹബത്ത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നല്ലോ? 4 എങ്ങനെ ഇനി 10ലേക്ക് എങ്ങനെ എത്താൻ സമയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം കിട്ടുന്ന 5ാമത്തെ കാര്യം, 5 കൂടി പറഞ്ഞ് നിർത്താം, 10-15 പറയണമെന്ന് വിചാരിച്ച സമയമില്ല. 5ാമത്തെ കാര്യം തഅല്ലുമുൽ ഖുർആനി വ തഅലീമിഹി വ നശ്റുൽ ഇൽമി നാഫിഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ തൃപ്തിപ്പെടുത്തണമെന്ന് ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഖുർആന് പഠിക്കുക, പഠിപ്പിക്കുക, ഇൽമുൻ നാഫിയ ഇൽമു പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി കിട്ടാനുള്ള വഴിയാണ്. എൻ്റെ കയ്യിലുള്ള കിതാബ് ശറഹു മുഖ്തസരി ശുഅബുൽ ഈമാൻ, വലിയ മഹദൂം അങ്ങയുടെ കിതാബ്. ഇതിലുണ്ട് ഈ ആശയം. ചില ആൾ ക്ലാസ് കഴിഞ്ഞിട്ട് മെല്ലെ പേഴ്സണലിൽ വന്നിട്ട് ചോദിക്കും, ഇതെല്ലാം കൂടി ഒറ്റ കിതാബ് കിട്ടുമോ? അങ്ങനെയൊന്നും കിട്ടൂല. ഇതെല്ലാം കൂടി കിതാബുകളിൽ നിന്ന് കിട്ടുന്നതാണ്. അള്ളാഹു നമുക്ക് നാഫിയായി ഇൽമു വർദ്ധിപ്പിച്ചേരട്ടെ. റമളാനാ വരുന്ന ഖുർആന്റെ വാർഷിക മാസം. ചില പ്രതിജ്ഞകൾ നമുക്ക് എടുക്കാൻ പറ്റണം. നമ്മളെ ആശയം പറഞ്ഞിട്ട് കുറേ ഖുർആൻ ക്ലാസ് തുടങ്ങട്ടെ. നമ്മുടെ ഫ്ലാറ്റിൽ, നമ്മളെ നാട്ടിൽ, നമ്മളെ പള്ളിയിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ, സംഘടനേൻ്റെ കീഴിൽ ഖുർആൻ പഠന വേദികൾ ആരംഭിക്കട്ടെ. തജ്വീദിൻ്റെ ക്ലാസ്, തഫ്സീറിൻ്റെ ക്ലാസ്. നാം പഠിതാക്കളാവണം. നമ്മൾ ആശയം പറയുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടുമെന്ന് മനസ്സിൽ കരുതണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ സ്ഥിരമായിട്ട് ഓതണം. അത് ആശയം പഠിക്കുകയും വേണം. ഖുർആൻ മഹാന്മാർക്ക് വല്ലാത്ത മധുരമാണ്. നമുക്കും മഹാന്മാർക്കും ആകെ 24 മണിക്കൂർ തന്നെയാണ് അള്ളാഹു ആയുസ് തന്നത്. നിങ്ങൾ വെറുതെ ഞാൻ ഒരു കിതാബ് പരിചയപ്പെടുത്തതാ. ഈ കിതാബിൽ ഉള്ള പേജ് ടോട്ടല് 230 പേജ് ഉണ്ടെങ്കിൽ ഈ കിതാബ് സൂക്ഷിച്ച് നോക്കിയൊക്കെ. എന്താ പേര്? സൂറത്തുൽ കൗസർ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിന് 230 പേജുള്ള തഫ്സീർ. ഇതാണ് ഖുർആൻ. ഒന്ന് പഠിച്ചൂടെ? നമുക്കൊക്കെ ഖുർആൻ പഠിക്കണം, നല്ലോണം ഇൽമു പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണത്, ഇൽമു പഠിക്കുക, പഠിപ്പിക്കുക എന്ന് പറയുന്നത്. യംബഗി ലിമൻ യദ്ദഈ മഹബ്ബത്തല്ലാഹി തആല വ മഹബ്ബത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് അള്ളാഹിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഇഷ്ടം ഉണ്ട് എന്ന് അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ അയ്യജ്തഹിദ അധ്വാനിക്കണം ഫീ തഅല്ലുമിൽ ഖുർആനി വൽ ഉലൂമി ദീനിയ. ഖുർആൻ പഠിക്കാനും ദീനിയായ ഇൽമു പഠിക്കാനും അധ്വാനിക്കണം. ഗായത്തുൽ കമാൽ ഫി അഫ്ളലിൽ അഅമാൽ എന്ന കിതാബിലുണ്ട്. ഗായത്തുൽ കമാൽ ഫി അഫ്ളലിൽ അഅമാൽ എന്ന കിതാബിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് മഹബത്ത് ഉണ്ടെങ്കിൽ 5ാമത് ചെയ്യേണ്ട കാര്യം അതാണ്.